ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ വിവിധ ജില്ലകളിലായി 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ 55 റാങ്കുകൾ നേടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് വീണ്ടും ചരിത്രം ആവർത്തിക്കുവാനായി ഈ വരുന്ന ജാനുവരി 10-ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന PSC പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. ഈ ഒരു ക്ലാസ് കൊമേഴ്സിലെ രണ്ടാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ക്ലാസ് ആണ്. ഒരുപാട് പേര് കൊമേഴ്സിൽ ഒട്ടും തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണ്, ആ കോൺസെപ്റ്റ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ പ്രാധാന്യമുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കായിരിക്കും പഠിക്കുക. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആവും ഈ ഒരു ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് അക്കൗണ്ടിങ്? ഇപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സുകാരോട് ചോദിച്ചാൽ അവരുടെ മനസ്സിലേക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ഡെഫിനിഷൻ ആണ് അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നിങ്ങനെ പോകുന്ന ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇനി അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ലാത്ത ഒരാളോട് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? അക്കൗണ്ടിങ് എന്നൊരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അക്കൗണ്ടിങ്, അക്കൗണ്ട്സ്. അപ്പോൾ ഒരു ഓഫീസുമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അതെ, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കൊരു ബിസിനസ്സിലൂടെ തന്നെ മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം നല്ലൊരു സ്പേസ് കണ്ടുപിടിക്കണം അല്ലെ? റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സ്പേസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഞാനൊരു നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ചു. അത് ഞാൻ റെൻറ്റിനെടുത്തു. ഇനി ഈ ഒരു സ്പേസിനെ ഒരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റണമെങ്കിൽ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ടേബിൾസ്, ചെയർസ്, അതുപോലെ മറ്റു ഫർണിച്ചേഴ്സ് ഒക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങിച്ച് ആ ഒരു സ്പേസിനെ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെലവ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 10 ലക്ഷം രൂപ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ എടുക്കാനില്ല. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ബാക്കിയുള്ള കുറച്ച് എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതുപോലെ കുറച്ച് എമൗണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എനിക്ക് തന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഈ ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ ആ ഒരു സ്പേസിനെ എനിക്ക് കിട്ടിയില്ല, ഞാൻ റെന്റിനെടുത്ത ആ ഒരു സ്പേസിനെ ഒരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഓണർ ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു 10 ലക്ഷം രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. എന്താണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത്? അപ്പം ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവണം, ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ബിസിനസിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. ഏതൊരു ബിസിനസിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ബിസിനസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനിടയിൽ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ദിവസത്തെയും വരവ് ചിലവ് കണക്കുകൾ ഞാൻ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അപ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായതെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന ഓരോ ദിവസത്തെയും വരവുകളും ചെലവുകളും ഒക്കെ എടുത്ത് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ എൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത വർഷത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ലാഭം കിട്ടാനായിട്ട് എന്തൊക്കെ ചെലവുകളാണ് ഞാൻ കുറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എനിക്ക് ലാഭം കൂട്ടാനായിട്ട് സാധിക്കുക
എന്ന് എനിക്കൊന്ന് അനലൈസ് ചെയ്യണം, എനിക്കൊന്ന് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വരവ് ചെലവ് കണക്കുകൾ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും ലോസും ഒക്കെ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കണമെന്നില്ല. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ടാക്സ് ഒക്കെ അടക്കേണ്ടി വരും അല്ലെ, ടാക്സ് അടക്കേണ്ടി വരും. ആ സമയത്ത് ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് കാണിക്കാനായിട്ട് പറയും. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് എടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അവർക്കൊന്നും തന്നെ മനസ്സിലാവുകയില്ല അല്ലെ. അവർക്ക് ഇതൊന്നും തന്നെ ആ ഒരു കണക്കുകൾ എന്താണെന്ന് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ബിസിനസ്സിലെ കണക്കുകൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ കൃത്യമായ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു പ്രത്യേക രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ്സിലെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കണക്കുകളും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് കണക്കുകൾ റെക്കോർഡ് ചെയ്താൽ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും കൃത്യമായിട്ടുള്ള കണക്കുകൾ റെക്കോർഡ് ചെയ്യുകയും അതിലൂടെ ലാഭനഷ്ടങ്ങൾ, ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ലോസ് ഒക്കെ കണ്ടെത്തുകയും അതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനലൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ ഒരു സ്ഥാപനത്തിന് ശരിയായ ഭാവി തീരുമാനങ്ങൾ, ഭാവിയിൽ എടുക്കേണ്ട ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഒരു സ്ഥാപനത്തിൽ എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ, എംപ്ലോയീസിന് ഉയർന്ന ശമ്പളം കൊടുക്കാനും അതുപോലെ കസ്റ്റമേഴ്സിന്റെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ലഭ്യമാക്കാനും അതുപോലെ ഗവൺമെന്റിന്റെ ടാക്സ് അടക്കാനും ഒക്കെ ആ ഒരു സ്ഥാപനത്തിന്റെ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അത് സാധ്യമാകുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ സത്യസന്ധമായിട്ടുള്ള കണക്കുകളാണ് ആ ഒരു ബിസിനസ് സ്ഥാപനം അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടും നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിയും. എല്ലാ കമ്പനികൾക്കും അതുകൊണ്ട് അവരുടെ അതോറിറ്റീസിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സൽപ്പേരും പ്രശസ്തിയും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതും ഈ ഒരു അക്കൗണ്ടിങ് തന്നെയാണ്. അപ്പൊ അക്കൗണ്ടിങ് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. ഈ ഒരു അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഡെഫിനിഷൻസ് നമ്മൾക്ക് ആദ്യം ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, കൊമേഴ്സുകാർക്ക് ഈ ഡെഫിനിഷൻസ് വായിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷെ കൊമേഴ്സ് പഠിക്കാത്ത ഒരാൾക്ക് ഈ ഡെഫിനിഷൻസ് വായിച്ചാൽ ഒന്നും തന്നെ അത് മനസ്സിലാവണം എന്നില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഒരു പ്രാവശ്യം ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് കൂടുതലായിട്ട് പോവാം. ഓക്കെ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അതുപോലെ മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. It is defined as the process of identifying, measuring, recording and communicating the required information relating to the economic events of an organization to the interested users of such information. ഓക്കെ, ഈ ഡെഫിനിഷൻസിൽ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, ഓരോ ടേംസ് നോക്കി: റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അതുപോലെ ഐഡന്റിഫൈയിങ്, മെഷറിങ്, അതുപോലെ എക്കണോമിക് ഇവന്റ്സ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇതൊക്കെ എന്താണ്? ഈ ഓരോ വാക്കുകളും എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആദ്യം പഠിക്കാം. എന്നാലേ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എക്കണോമിക് ഇവന്റ് എന്താണ്? ഒരു എക്കണോമിക് ഇവന്റ് വളരെ സിമ്പിൾ ആണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിരവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൽ തന്നെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന, അതായത് മോണിറ്ററി ടേംസിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന കാര്യങ്ങളെ, ഇവന്റ്സിനെയാണ് നമ്മൾ എക്കണോമിക് ഇവന്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? അതായത് ഇത്ര രൂപ അവർക്ക് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആ ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നടക്കുന്ന അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഇവന്റ്സിനെയും നമ്മൾ എക്കണോമിക് ഇവന്റ്സ് എന്നാണ് പറയുക. ഈ എക്കണോമിക് ഇവന്റ്സിനെ മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ നോൺ എക്കണോമിക് ആയിട്ടുള്ള ഇവന്റ്സ് നടക്കാറുണ്ടോ? ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ രണ്ട് മാനേജേഴ്സ് തമ്മിൽ വഴക്കിടുകയാണ്, അവർ തമ്മിൽ വാക്ക് തർക്കമാണ്.
അപ്പോൾ അത്തരത്തിൽ അവിടെ ഒരു ഇവന്റ് നടന്നാൽ അവിടെ ആ ഒരു കാര്യത്തിൽ നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? പൈസയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതൊരു നോൺ എക്കണോമിക് ഇവന്റ് ആണ്. അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് സ്ട്രൈക്കിൽ ഏർപ്പെട്ടു, സ്ട്രൈക്ക് എടുത്തിരിക്കുകയാണ്. ആ ഒരു ഇവന്റിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതും ഒരു നോൺ എക്കണോമിക് ഇവന്റ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും എക്കണോമിക് ഇവന്റ്സിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ എക്കണോമിക് ഇവന്റ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ ഇവന്റ്സും, ഇന്റേണൽ എക്കണോമിക് ഇവന്റും എക്സ്റ്റേണൽ എക്കണോമിക് ഇവന്റും. ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് തന്നെ നടക്കുന്ന, സ്ഥാപനത്തിനുള്ളിൽ തന്നെയായിട്ട് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെയാണ് ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുക. ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന സാലറി ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ ഇവന്റ്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഇനി എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനവും പുറമേ ഉള്ളവരുമായിട്ട് തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ. അതായത് ഒരു സ്ഥാപനവും പുറമേ ഉള്ളവരും, മറ്റേതെങ്കിലും സ്ഥാപനമാവാം, അല്ലെങ്കിൽ പുറമേ ഉള്ളവരുമായിട്ടുള്ള ആ ഒരു ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളാണ് എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറയുക. ഇപ്പൊ ഒരു സപ്ലയറുടെ അടുത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുകയാണ്, അത് പുറത്തുള്ള ഒരാളാണ് അല്ലെ, അപ്പോൾ ആ ഒരു ഇവന്റിനെ നമ്മൾ എക്സ്റ്റേണൽ ഇവന്റ് ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമർ, നമ്മളുടെ ആ ഒരു കസ്റ്റമറിന് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുകയാണ്, അപ്പൊ കസ്റ്റമർ പുറത്തുള്ള ഒരാളാണല്ലേ, അപ്പോൾ ആ ഒരു ഇവന്റിനെ നമ്മൾ എക്സ്റ്റേണൽ ഇവന്റ് എന്നാണ് പറയുക. അപ്പൊ എക്കണോമിക് ഇവന്റിന് ഇന്റേണൽ ഇവന്റ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഇവന്റ്സും ഉണ്ട്. അപ്പൊ എക്കണോമിക് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇവന്റുകളെയും നമ്മൾ എക്കണോമിക് ഇവന്റ്സ് എന്നാണ് പറയുക. എക്കണോമിക് ഇവന്റ്സുകളെ മാത്രമേ നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഐഡന്റിഫിക്കേഷൻ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അക്കൗണ്ടിങ് ഡെഫിനിഷനിൽ കണ്ട വാക്കാണ് അല്ലെ, ഐഡന്റിഫിക്കേഷൻ. അതായത് ഏതെല്ലാം ഇടപാടുകളാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഡിറ്റർമിനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു ബി റെക്കോർഡഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, എങ്ങനെയുള്ള ഇടപാടുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. എക്കണോമിക് ഇവന്റ്സ്, അതായത് മോണിറ്ററി ടേംസിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഇടപാടുകളാണ്, എക്കണോമിക്സ് ഇവന്റ്സ് ഒക്കെ ഏതൊക്കെയാണ് എക്കണോമിക് ഇവന്റ്സ് എന്ന് കണ്ടുപിടിക്കുക, ഡിസൈഡ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി മെഷർമെന്റ് ആണെങ്കിലോ, നമ്മൾ പറഞ്ഞിരുന്നു പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന ഇവന്റുകളായിരിക്കണം. അതായത് ഏതൊരു ഇവന്റ്, ഏതൊരു ട്രാൻസാക്ഷൻ, ഏതൊരു ഇടപാട് എടുത്താലും അതിന് നമുക്ക് ഫിനാൻഷ്യൽ ടേംസ്, അതായത് മോണിറ്ററി യൂണിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഇത്ര രൂപ, ഇത്ര പൈസ, ഇത്ര ഡോളേഴ്സ് എന്നൊക്കെ പറയില്ലേ, മോണിറ്ററി യൂണിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഇവന്റിനെ ആ ഒരു ഫിനാൻഷ്യൽ ടേംസിലേക്ക് നമ്മൾക്ക് എത്തിക്കണം. അപ്പൊ അതിനെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കാനായിട്ട് സാധിക്കണം. ആ ഒരു പ്രോസസ്സാണ് മെഷർമെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആ ഒരു എക്കണോമിക് ഇവന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത്, അതുപോലെ ആ ഒരു ഇവന്റിനെ നമ്മൾ മോണിറ്ററി ടേംസിൽ, മോണിറ്ററി യൂണിറ്റ്സിൽ നമ്മൾ അത് അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഓരോ ഇവന്റ്സിനെയും കാലക്രമം അനുസരിച്ച് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയും. അതായത് ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്യും, തൊട്ടടുത്ത് നടന്ന സംഭവങ്ങൾ അതിന് താഴെയായിട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആ ഒരു ഓർഡർലി മാനറിൽ കാലക്രമം അനുസരിച്ച് ആ ഇവന്റ്സിനെ നമ്മൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐഡന്റിഫിക്കേഷനും മെഷർമെന്റും കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിലെ ആ ഒരു അക്കൗണ്ടിങ്ങിലെ ബുക്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്കണോമിക് ഇവന്റ്സ് റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക എന്നതാണ്. ഈ റെക്കോർഡിംഗ് ചെയ്യുന്ന ആ ബുക്കിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ജേർണൽ. എന്താണ്? ജേർണൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നതൊക്കെ നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പേര് മാത്രം പഠിച്ചു വെക്കുക. റെക്കോർഡിംഗ് ചെയ്യുന്ന ആ ഒരു ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേർണൽ. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫയിങ് ആണ്. അതായത് ഒരേ സ്വഭാവമുള്ള, ഒരേ നേച്ചറുള്ള ഇവന്റ്സിനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അതായത് ഓരോ പല രീതിയിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒരു സ്ഥലത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന് കീഴിലായിട്ട് കൊണ്ടുവരും. അതായത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് എന്തെങ്കിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഒരേ നേച്ചറുള്ള ഇവന്റുകളെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുക. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഒരേ നേച്ചറുള്ള ആ ഒരു ഡാറ്റയെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു എക്കണോമിക് ഇവൻറ്റ്സിനെ ഡാറ്റയെ നമ്മൾ ഒരേ നേച്ചറുള്ള എല്ലാ ഡാറ്റാസിനും ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് classifying. Okay, classification is the systematic analysis of the recorded data with a view to bringing together items of a similar nature at one place. Account എന്നാണ് പറയാം. പല അക്കൗണ്ട്സ് ഉണ്ടാവും, ക്യാഷ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട് എന്നിങ്ങനെ പല അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിന് കീഴിലായിട്ട് നമ്മൾ അതിനെ ഓരോ ഡാറ്റയും ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ആ ഒരു ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. എന്താണ്? ലെഡ്ജർ. അപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്ന ആ ഒരു ബുക്കിനെ നമ്മൾ ജേണൽ എന്ന് വിളിക്കും. ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ലെഡ്ജർ എന്ന ബുക്കിലാണ് കേട്ടോ. ഈ 2 പോയിന്റ്സും ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ദ ജേണൽ ഈസ് യൂസ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദ ലെഡ്ജർ ഇസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണല്ലേ, എല്ലാ കാര്യങ്ങളും എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു ക്രമം അനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അതെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ ലെഡ്ജർ ഇസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. ലെഡ്ജറിൽ നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുക, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കില്ല. അതായത് ഒരേ നേച്ചർ വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തുന്നത് ലെഡ്ജറിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അതെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻസിലേക്ക് പോവാം. 4 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is true, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 is true, none of them are true. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 is true. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത്തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ജേണലും ലെഡ്ജറും ഈ 2 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സമ്മറൈസിങ് ആണ്. അതായത് ക്ലാസിഫൈ ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ഒരു സമ്മറൈസ് ചെയ്ത് ചുരുക്കി പ്രസന്റ് ചെയ്യുക. അപ്പോൾ സമ്മറൈസ് ചെയ്താൽ എന്താണ് എളുപ്പം? സമ്മറൈസ് ചെയ്താൽ ആ ഒരു ഡാറ്റ നോക്കിയിട്ട് നമ്മൾക്ക് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് ഒരു ജഡ്ജ്മെന്റിൽ എത്താനായിട്ട് സാധിക്കും. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, അല്ലെ, പ്രോഫിറ്റിലാണ്, എത്രത്തോളം ലാഭം ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നൊക്കെ നമ്മൾക്ക് ആ ഒരു സമ്മറിയിലൂടെ നമ്മൾക്കത് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ സമ്മറൈസിങ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? സ്ഥാപനത്തിലുള്ള മാനേജ്മെന്റിനെ നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്, അല്ല, ഒരു പ്രോപ്പർ ഫോമിൽ നമ്മൾ അറിയണം, ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ സമർപ്പിക്കണം. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ, ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ, പണമിടപാടുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന യൂസേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. അത് ആരൊക്കെയാണെന്ന് നമ്മൾ അടുത്ത പേജിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് അറിയിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഫോമിലാണ് നമ്മൾ റിപ്പോർട്ടുകളായിട്ടാണ് ഇതൊക്കെ അറിയിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള റിപ്പോർട്ട്സ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, നമ്മളുടെ ഈ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ്ങിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്തു, ആ ഒരു ഡാറ്റ ഐഡന്റിഫൈ ചെയ്തു, അല്ലെ, ഇക്കണോമിക് ഇവന്റ്സ് ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ മെഷർ ചെയ്തു, അതിനുശേഷം അക്കൗണ്ട് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്തു, അതിനുശേഷം ക്ലാസിഫൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് സമ്മറൈസ് ചെയ്തു, അതിനുശേഷം ആ ഒരു കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ഭാഷ, നമ്മുടെ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ അക്കൗണ്ടിങ് ആണ്, അല്ലേ? അക്കൗണ്ടിങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിങ് എന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ?
അതെ, അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒരു ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിലെ കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഒരു ഡെഫിനിഷൻ എന്താണെന്ന്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആർട്ട് എന്നാണ്, ഒരു കലയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. എങ്ങനെ? ഇൻ ടേംസ് ഓഫ് മണി. ഏതൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ, ട്രാൻസാക്ഷൻസിനെ മണിയുടെ ടേംസിൽ അല്ലെങ്കിൽ പണത്തിന്റെ ടേംസിൽ, നമ്മൾക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇടപാടുകളെയാണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും അതിൽ നിന്ന് നമ്മൾ റിസൾട്ട്സ് കൂടി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു ഡെഫിനേഷൻ പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് and communicating the required information relating to the economic events of an organization to the interested users of such information. ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിന്റെ പ്രാധാന്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും അക്കൗണ്ടിങ് റെക്കോർഡ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ വൃത്തിയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില അക്കൗണ്ടിങ് റൂൾസും പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ്. അടുത്തത് അസൈൻമെന്റ് ഓഫ് റിസൾട്ട്. ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്താണ്, ലോസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എവിടെയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വാല്യൂ എവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനോ മനസ്സിലാക്കാനോ ഒക്കെ നമ്മൾക്ക് ഇതിലൂടെ പറ്റണം. അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. അതായത് ഈ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്ന് അതിലാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് അറിയാൻ ആഗ്രഹിക്കുന്ന യൂസേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ആ യൂസേഴ്സിന് ഈ ഒരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്? രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ളവർ, അതായത് സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ആയിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇവരെല്ലാം നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്നാണ് പറയുക. എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു അക്കൗണ്ടിങ് കണ്ടിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അക്കൗണ്ടിങ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അക്കൗണ്ടിങ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിക്ഷേപങ്ങളൊക്കെ നടത്താനായിട്ട് അവർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വരും, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്കുകൾ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് വരാം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ്, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്. നമ്മളടക്കം ജനറൽ പബ്ലിക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പം അതുകൊണ്ട് ഇവരൊക്കെയാണ് ഈ ഒരു ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന യൂസേഴ്സ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. 2-3 ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആയിട്ടുള്ളത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അത് നമ്മൾ MCQs നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ നമ്മൾ കണ്ടത്. എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ വിവിധ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ട് കുറച്ച് MCQs ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, systematically writing down the transactions and events in account books soon after their occurrence is known as. അതായത് ഒരു ട്രാൻസാക്ഷനോ ഒരു ഇവന്റോ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ അക്കൗണ്ട് ബുക്സിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഓപ്ഷൻസ് നോക്കിക്കേ, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, നമ്പറിംഗ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? റെക്കോർഡിംഗ് ആണ് അല്ലെ. അതെ, റെക്കോർഡിംഗ് ആണ്. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ എക്കണോമിക് ഇവന്റ്സിനെയും പണമിടപാടുകൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും അത് നടന്ന ശേഷം ഒരു ക്രമം അനുസരിച്ച് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആ ഒരു അക്കൗണ്ട് ബുക്സിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തും. ആ ഒരു പ്രോസസ്സിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത്, അവിടെ ഫില്ല് ചെയ്യണം നമ്മൾ, ആൻഡ് എൻഡ്സ് വിത്ത്. അപ്പൊ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പ് വെച്ചിട്ടാണ്, അത് എൻഡ് ചെയ്യുന്നത് ഏതൊരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കണ്ടോ? ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ക്ലാസിഫൈങ്. അക്കൗണ്ടിങ് പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലാസിഫൈങ്, എൻഡ്സ് വിത്ത് റെക്കോർഡിംഗ്. ശരിയാണോ? ശരിയല്ല അല്ലെ. അക്കൗണ്ടിങ് പ്രോസസ് ഒരിക്കലും ക്ലാസിഫൈങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. അടുത്തൊരു ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ബി, റെക്കോർഡിങ്ങും ക്ലാസിഫൈങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഓർഡർ കറക്റ്റ് ആണ്. റെക്കോർഡിംഗ് ചെയ്ത ശേഷമാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, അത് ശരിയാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത്, അക്കൗണ്ടിങ് ആരംഭിക്കുന്നത് ഏത് പ്രോസസ്സിലാണ്, എൻഡ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണെന്നാണ്. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോസസ്സ് കഴിഞ്ഞോ? ഇല്ല. ക്ലാസിഫിക്കേഷന് ശേഷം സമ്മറൈസിങ് ഉണ്ട് അല്ലെ. സമ്മറൈസിന് ശേഷം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടും അക്കൗണ്ടിങ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് വന്നാലും ഓപ്ഷൻ ബിയും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഓപ്ഷൻ സി നോക്കിക്കേ, സമ്മറൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. സമ്മറൈസ് ആണോ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക? അക്കൗണ്ടിങ് പ്രോസസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സമ്മറൈസിംഗിലാണോ സ്റ്റാർട്ട് ചെയ്യുക? അല്ല. അതുകൊണ്ട് എന്തായാലും ഓപ്ഷൻ സിയും ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഈ ഒരു ഓപ്ഷൻ നോക്കിക്കേ, ദ അക്കൗണ്ടിങ് പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ. ശരിയാണോ? അതെ. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഏത് ട്രാൻസാക്ഷൻ ആണ്, ഏതൊരു ഇവന്റ്, ഏത് എക്കണോമിക് ഇവന്റിനെയാണ് രേഖപ്പെടുത്തേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. അതാണ് അക്കൗണ്ടിങ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ കറക്റ്റ് ആണ്. ഇനി കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ് പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റെപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെ, നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് നമ്മൾ ആ ഒരു റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റഡ് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരാം? ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ. അതെ, ഓപ്ഷൻ ഡി, ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് എൻഡ്സ് വിത്ത് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ, എന്തൊക്കെയാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിലൂടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുക, ആ ഒരു റിസൾട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്നൊക്കെ നമുക്ക് ആ ഒരു ഇൻഫർമേഷനിലൂടെ മനസ്സിലാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമാണോ? അല്ല. ആ ഒരു കമ്പനി, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഇപ്പോൾ ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടാവും, ടാക്സ് ഒക്കെ അടക്കേണ്ടതായിട്ട് വരും അല്ലെ, ഒരു പെർട്ടിക്കുലർ ഇയറിൽ. പത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അക്കൗണ്ടിങ്ങിൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് എല്ലാം അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷനിലൂടെ ആ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ആ ഒരു അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാവും അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും നോക്കിക്കേ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ്, യെസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് ടാക്സ് ലയബിലിറ്റി ഫോർ പർട്ടിക്കുലർ, യെസ് അതും നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാവും. ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് എന്താണ് വരിക, അതിന്റെ ആൻസർ ആയിട്ട് എന്താണ് വരിക? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് അല്ലെ, ഓൾ ഓഫ് ദി എബവ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ?
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലെ. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയാനായിട്ട് താല്പര്യമുള്ളവര്, അവരെ തന്നെ നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇന്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിനകത്ത് തന്നെ ഉള്ളവരെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയാം. ആരൊക്കെയാണ്? ആ സ്ഥാപനത്തിന്റെ ഓണർ ആവാം, ആ ഒരു സ്ഥാപനത്തിലെ മാനേജേഴ്സ് ആവാം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആവാം. ഇവരെല്ലാവരും തന്നെ ഇന്റേണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? സ്ഥാപനത്തിന് പുറമേയുള്ളവര്. ഇൻവെസ്റ്റേഴ്സ് ആവാം, ബാങ്കുകളാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ആവാം, ജനറൽ പബ്ലിക് ആവാം. ഇവരെല്ലാവരും തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും വരിക? നോക്കിക്കേ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെന്റ്, ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓണേഴ്സും മാനേജ്മെന്റ് എംപ്ലോയി എല്ലാവരും ഇന്റേണൽ യൂസേഴ്സ് ആണ് അല്ലെ, സ്ഥാപനത്തിനകത്ത് തന്നെ ഉള്ളവരാണ്. ഗവൺമെന്റ് ആണ് ഇവിടെ പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്ന എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഗവൺമെന്റ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എൻ എന്റർപ്രൈസ് ഈസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഓപ്ഷൻസും നമുക്ക് നോക്കാം. ടു മെയിൻറ്റെയിൻ സെയിൽസ് അറ്റ് മിനിമം ലെവൽ ആണോ? എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവർക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവണം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം അല്ലെ, അതെപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കാനാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? അല്ല. ടു മെയിൻറ്റെയിൻ സെയിൽസ് അറ്റ് മിനിമം ലെവൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ഉത്തരമല്ല. ഓപ്ഷൻ ബി നോക്കിക്കേ, മാക്സിമൈസേഷൻ ഓഫ് ബിസിനസ് വെൽത്ത്. അത് സ്യൂട്ടബിൾ ആണല്ലേ. അതെ, ബിസിനസിന്റെ ആ ഒരു വെൽത്ത് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക എന്നതാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഓപ്ഷൻ സി കൂടെ നമുക്ക് നോക്കാം. ടു മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ് അറ്റ് വൺ ലെവൽ ആണോ? ഒരേ ലെവലിൽ എല്ലാ വർഷവും ഒരേ ലെവൽ പ്രോഫിറ്റ് ആണോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണോ ബിസിനസ് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്? അല്ല അല്ലെ. ഓരോ ദിവസവും ഓരോ നിമിഷവും അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ടു മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ് അറ്റ് വൺ ലെവൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരമല്ല. ഇനി ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ആണ്. നൺ ഓഫ് ദ എബവ് വരും? ഇല്ല അല്ലെ. ഓപ്ഷൻ ബി അവിടെ സൂറ്റബിൾ ആയിട്ടൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡിയും വരില്ല. സോ ദ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എൻ എന്റർപ്രൈസ് ഈസ് ദി മാക്സിമൈസേഷൻ ഓഫ് ബിസിനസ് വെൽത്ത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ട്രാൻസാക്ഷൻസ് ഓർ എൻട്രീസ് ഓഫ് ദ സെയിം നേച്ചർ അറ്റ് വൺ പ്ലേസ് ഈസ് നോൺ ആസ്. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. അതായത് റെക്കോർഡിംഗ് ചെയ്ത ശേഷം ആ റെക്കോർഡ് ചെയ്ത ഡാറ്റയെ നമ്മൾ ഒരേ നേച്ചറുള്ള റെക്കോർഡ് ചെയ്ത എല്ലാ ഇവന്റുകളെയും നമ്മൾ ഒരേ സ്ഥലത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും അല്ലെ. അതിനെന്താണ് നമ്മൾ വിളിച്ചിരുന്നത്? ഓർക്കുന്നുണ്ടോ? ക്ലാസിഫൈങ് ആണല്ലേ. ക്ലാസിഫൈങ്. നോക്കിക്കേ ഓപ്ഷൻസിൽ. അപ്പോൾ ക്ലാസിഫൈങ്, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, നമ്പറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ശരിയായിട്ടുള്ള ഉത്തരം ക്ലാസിഫൈങ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ആണ് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് എന്താണെന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നത് ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ലൂക്ക പാസിയോളി ആണ് കേട്ടോ. ഇതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് അത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. കൂടുതലായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ട് വരുന്ന കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. കുറച്ച് അക്കൗണ്ടിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അതുപോലെ ചില കോൺസെപ്റ്റുകൾ, ചില പ്രിൻസിപ്പിൾസ്, ചില റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് ഈ ജാനുവരി 10 ആരംഭിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ് ക്ലാസുകൾ ഈ വരുന്ന ജാനുവരി 10 ആരംഭിക്കുന്നത്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാവുക. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മെയിൻ എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് മോഡൽ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 5509 rupees ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് മറക്കാതെ തന്നെ ജാനുവരി 29 മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.